കേട്ടില്ലേ എന്തൊരു കറുമുറു ആണെന്ന്. അങ്ങനത്തെ ഒരു അടിപൊളി കറുമുറു ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളധികം ആരും പരീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് കരേല ഫ്രൈ. നമ്മുടെ കറുമുറായിട്ടുള്ള കരേല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കണം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഒരു 1 ടീസ്പൂണോളം ആംചൂർ, ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, ഒരു ചില്ലി പേസ്റ്റ് ആണ്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റിന് വരെ നിങ്ങൾക്ക് ചില്ലി പൗഡർ ഇടാം കേട്ടോ. ഇതിൽ ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബാറ്റർ പോലെ ആക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോഴേ നമുക്ക് അതിനെ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, നല്ലൊരു കളറും കൂടി കിട്ടാനായിട്ട്. ഇനി നമുക്കിതിനെ കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആവരുത് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കോട്ടിംഗ് ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തിക്കായിട്ട്, ബജിക്കാവുന്നതിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ട് കണ്ടോ, ഞാനിതിനെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാ കാണിച്ചു തരാം. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മുടെ കരയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പയ്ക്കാണ്. കൈപ്പയ്ക്ക് ഇതാ ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തതാണ്. അധികം തിന്നല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും വറക്കരുത് കേട്ടോ. ഇനി ആ കൈപ്പയ്ക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. ഉപ്പും ഞാൻ ആവശ്യത്തിന് ഇട്ടിരുന്നു കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് കോട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അത് തിന്നായിട്ടുള്ള ബാറ്റർ ആവരുത് പറഞ്ഞാൽ. തിന്നായ ബാറ്റർ ആണെങ്കിൽ ഇതിൽ കൈപ്പയ്ക്കയിലൊന്നും തന്നെ പിടിക്കില്ല. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് വറക്കുന്നത്. അപ്പോഴേ ഇതിനൊരു ക്രിസ്പിനെസ് വരുള്ളൂ. നമ്മൾ ബ്രെഡ് ക്രംസിലെടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം. ഇതിൽ മൈദമാവൊന്നും മിക്സ് ചെയ്തിട്ട് നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിന് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നല്ല ചൂടാന്നുള്ള എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുത്തത് കേട്ടോ. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്. ഇത് കയ്പ്പിക്കുകയാണെന്നൊന്നും പെട്ടെന്നറിയില്ല, പക്ഷെ ടേസ്റ്റിൻ്റെ അവസാനം വരുമ്പോൾ കയ്പ്പിക്കുകയാണെന്ന് നമുക്കറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആംചൂറ് ഇടാൻ മറക്കരുത്. കാരണം ഒരു പുളി ഇല്ല എങ്കിൽ നമ്മുടെ ഈ കയ്പ്പയ്ക്കയുടെ ടേസ്റ്റ് അറിയും. അതുപോലെ തന്നെ നല്ലവണ്ണം എരിവും ഒക്കെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. എരിവുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല്ല എങ്കിൽ കയ്പ്പയ്ക്ക ഫ്രൈ അത്രത്തോളം ഒരു കരേല ഫ്രൈ അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തിൻ്റെ ബാക്കിയുള്ള പോർഷൻസും ഞാൻ ഇതുപോലെ തന്നെ വറുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊരു ഊണിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഇത് കടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. കേട്ടില്ലേ സൗണ്ട്? അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറുമുറു എന്നുള്ള കരേല ഫ്രൈ റെഡി. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. താങ്ക് യു.